പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്ക് രാസവളങ്ങളുടെയും രാസകീടനാശിനികളുടെയും ദോഷഫലങ്ങളെക്കുറിച്ച് പഠിക്കാം. Today we can study about the harmful effects of chemical fertilizers and chemical pesticides. എന്താണ് രാസവളങ്ങൾ? കൃത്രിമമായി ഫാക്ടറികളിൽ നിർമ്മിക്കപ്പെടുന്ന വളങ്ങളാണ് രാസവളങ്ങൾ. അവയ്ക്ക് ഉദാഹരണങ്ങളാണ് യൂറിയ, പൊട്ടാഷ്, ഫാക്ടം ഫോസ്, NPK, മഗ്നീഷ്യം ഫോസ്ഫേറ്റ്, സൂപ്പർ ഫോസ്ഫേറ്റ്, റോക്ക് ഫോസ്ഫേറ്റ് എന്നിവ. എന്താണ് രാസകീടനാശിനികൾ? കീടങ്ങളെ നശിപ്പിക്കാനായി കൃത്രിമമായി ഉണ്ടാക്കുന്നവയാണ് രാസകീടനാശിനികൾ. ഇവയുടെ ഉദാഹരണങ്ങളാണ് ഫ്യൂറഡാൻ, DDT, മാലത്തിയോൺ എന്നിവ. What are chemical fertilizers? The fertilizers which are prepared artificially on industrial basis are known as chemical fertilizers. Examples: urea, potash, factum phos, NPK, magnesium phosphate, super phosphate and rock phosphate. What are chemical pesticides? These are pesticides used to destroy pests which are prepared artificially. Examples: Furadan, DDT and Malathion. കർഷകർ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് കീടങ്ങളുടെ ആക്രമണം. കീടങ്ങളെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ കീടങ്ങളുടെ ആക്രമണം നിയന്ത്രിക്കാൻ കർഷകർ സാധാരണയായി ഉപയോഗിക്കുന്നത് രാസകീടനാശിനികളാണ്. എന്താണ് രാസകീട നിയന്ത്രണത്തിന്റെ രീതി? കീടങ്ങളെ മുഴുവനായും കൊന്നൊടുക്കുക എന്നതാണ് രാസകീട നിയന്ത്രണത്തിന്റെ രീതി. എന്നാൽ രാസകീട നിയന്ത്രണത്തിന്റെ ഫലമായി കീടങ്ങൾ അതിജീവന ശേഷി നേടുന്നു. എന്താണ് അതിജീവന ശേഷി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കീടങ്ങൾക്ക് തുടക്കത്തിൽ നാശം വരുത്താൻ രാസകീടനാശിനികൾക്ക് സാധിക്കുമെങ്കിലും പിന്നീട് ഈ കീടനാശിനികൾ തെളിക്കുമ്പോൾ അവയെ നശിപ്പിക്കാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടാകുന്നു. അതായത് കീടങ്ങൾക്ക് ആ കീടനാശിനികളെയും അതിജീവിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. അതിന്റെ ഫലമായി ഓരോ പ്രാവശ്യവും നമ്മൾ തളിക്കുന്ന കീടനാശിനികളുടെ വീര്യം കൂട്ടേണ്ടതായി വരുന്നു. അങ്ങനെ കൂടിയ അളവിൽ നമ്മൾ കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ ആ കൃഷിയിലൂടെ നമുക്ക് ലഭിക്കുന്ന വിളവ് നാം തന്നെയാണ് ഭക്ഷിക്കുന്നത്. അതുകൊണ്ട് വീര്യം കൂടിയ കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു. കീടനാശിനികൾ ഒട്ടനവധി പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തുന്നു. കേരളത്തിൽ രാസകീടനാശിനികളുടെ അമിതമായ ഉപയോഗം ക്യാൻസർ ബാധിതരുടെ എണ്ണത്തിൽ വർധനവിന് കാരണമായെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഭൂഗർഭജലത്തിൽ വരെ കൂടിയ അളവിൽ കീടനാശിനികളുടെ സാന്നിധ്യം കണ്ടെത്തിയത് കാർഷിക രംഗത്ത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നു. Pest infestation is another important problem faced by our farmers. Farmers generally apply chemical pesticides to overcome this. Why farmers apply chemical pesticides to overcome the pest infestation? This is because chemical pesticides destroy pests totally. What is the harmful effects of
chemical pesticides. When we apply the chemical pesticides, the pests acquire resistance against the pesticides. When we apply chemical pesticides for the first time, the pest will be destroyed. But when we use it continuously, the pests acquire resistance against the chemical pesticides, and we have to increase the quantity of pesticides for the next times. So what are the bad effects of chemical pesticides? The pests acquire resistance against chemical pesticides. The quantity of pesticides has to be increased every time. The wide use of chemical pesticides is suspected to be an important reason for the increase in the number of cancer-affected persons in Kerala. The presence of pesticides identified in even groundwater has become a matter of great concern. അശാസ്ത്രീയമായതും അമിതമായതുമായ രാസവള പ്രയോഗം മണ്ണിൻ്റെ സ്വാഭാവിക ഘടനയെ ദോഷകരമായി ബാധിച്ചതുമൂലം മണ്ണിൻ്റെ ഫലപുഷ്ടി നഷ്ടപ്പെട്ടു. മണ്ണിൻ്റെ ഫലപുഷ്ടി കുറഞ്ഞു വരികയും അതിജീവന ശേഷിയുള്ള കീടങ്ങൾ പെരുകുകയും ചെയ്യുമ്പോൾ കൂടുതൽ വളവും കീടനാശിനികളും കർഷകർക്ക് ഉപയോഗിക്കേണ്ടതായി വരുന്നു. രാസകീടനാശിനികൾ അമിതമായി ഉപയോഗിച്ചതിൻ്റെ ഫലമായി കൃഷിയിടങ്ങൾ മൃതഭൂമിയായി മാറി. അമിതമായ രാസവള പ്രയോഗം വഴിയും അമിതമായ കീടനാശിനി പ്രയോഗം വഴിയും ഉപകാരികളായ പല സൂക്ഷ്മജീവികളും നശിച്ചുപോയി. വളത്തിൻ്റെയും രാസ കീടനാശിനികളുടെയും അമിത ഉപയോഗം താൽക്കാലികമായ ലാഭമാണ് നൽകുന്നത്. വളത്തിനും കീടനാശിനിക്കും വേണ്ടി വൻ തുക മുടക്കേണ്ടി വരുന്നത് കർഷകന് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നു. തുടക്കത്തിൽ നല്ല വിളവ് ലഭിക്കുമെങ്കിലും പിന്നീട് നിരന്തരമായ രാസവള പ്രയോഗം മണ്ണിന്റെ ഫലപുഷ്ടി കുറയ്ക്കുന്നതിന് കാരണമാകുന്നു. Due to the unscientific application of chemical fertilizers and also the overuse of chemical pesticides and chemical fertilizers changed the natural composition of the soil. The decline in the fertility of the soil and the increase of pests compel peasants to use fertilizers and pesticides in greater quantities. Through the excessive use of fertilizers and chemical pesticides, gradually the land became barren. The microorganisms which helps to increase the soil fertility are destroyed by the overuse of chemical pesticides and fertilizers. The high cost of fertilizers and pesticides makes the farmer a debtor. The farmers has to face financial crisis. The excessive use of fertilizers and chemical pesticides provide profit for a short period.